കലാസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ശ്രീമതി ശ്രീജയെ ക്ഷണിക്കുന്നു. ഒരു സായാഹ്നത്തിൽ യശശരീരനായ അർജുനൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിലെ മലയാളത്തിന്റെ നാടകപ്പാട്ടുകാരനായ കൊച്ചിൻ വർഗീസിന്റെ ആദ്യഗാനത്തോടുകൂടിയാണ് സായാഹ്നക്കൂട്ടത്തിന് തുടക്കം കുറിച്ചത്. തുടക്കമായിരുന്നു. അതിനുശേഷം അനുസ്യൂതമായ യാത്രയിൽ ഇന്ന് സായാഹ്നക്കൂട്ടത്തിന് ഏതാണ്ട് 200ഓളം അംഗങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി സായാഹ്നക്കൂട്ടം നടത്തി വരുന്ന പാട്ടരങ്ങുകളിൽ ഒരു പാട്ടരങ്ങിൽ ഏകദേശം 440-ലേറെ പാട്ടുകാർ പാടുന്നു എന്ന വിസ്മയം ഏവരുടെയും ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. പലർക്കും പാടാൻ അവസരം കിട്ടാത്തതിന്റെ ഫലമായി പരിഭവങ്ങളാണ്. പലരും വഴക്കിട്ട് പോയിട്ടുണ്ട്, പലരും പ്രതിഷേധിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വളരെ സ്വാഭിമാനം കാണുകയാണ്. കാരണം പാടാനുള്ള 60 വയസ്സ് കഴിഞ്ഞവരുടെ, വീട്ടമ്മമാരുടെ, കുടുംബിനികളുടെ പാടാനുള്ള ആഗ്രഹം ആണ് അത് വെളിപ്പെടുത്തുന്നത്. ഞങ്ങൾ പാട്ടുപാടുക മാത്രമല്ല, അംഗങ്ങൾ നൽകുന്ന ഈ പാട്ടരങ്ങിന് വേണ്ടി നൽകുന്ന ചെറിയ തുകയിൽ നിന്ന് മിച്ചം വെച്ച് അവശരായ കലാകാരന്മാരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെറിയ തോതിലെങ്കിലും അവരെ സഹായിക്കാനും സായാഹ്നക്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്, സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ പുരസ്കാരം ഭേദചിന്തകളില്ലാതെ ഏവരെയും വർദ്ധിപ്പിക്കുന്നില്ല. പ്രൗഢമായ സദസ്, വേദിയും സദസ്സും മഹാകലാകാരന്മാർ അധ്യക്ഷ ശ്രീമതി സൗമിനിജി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചിയുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇവിടെ ഈ കലാസംഗമത്തിൽ എത്തിയിരിക്കുന്ന പ്രമുഖയായിട്ടുള്ള കലാകാരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തയായിട്ടുള്ള, ഞാൻ അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ പറയുമ്പോൾ വേറെ ആരെയും അറിയില്ലെന്നല്ല കേട്ടോ, എല്ലാവരും പ്രശസ്തരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ആദരിക്കാൻ പോകുന്നത്. പ്രശസ്തയായിട്ടുള്ള മട്ടാഞ്ചേരിക്കാരി കൂടിയായിട്ടുള്ള കലാകാരി ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ, സ്വാഗതം ആശംസിച്ച സായാഹ്നക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹമീദ്, ഇവിടെ ഇരിക്കുന്ന ആദരവ് സ്വീകരിക്കുന്ന 18ഓളം വരുന്ന കലാകാരന്മാരെ, മുൻ കൗൺസിലേഴ്സ്, സ്നേഹം നിറഞ്ഞ സായാഹ്നക്കൂട്ടം പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു വൈബാണ്. ഇന്നത്തെ ഒരു ഭാഷ വെച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും അവർ മുൻകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ആശ്രയിച്ചായിരിക്കാം തരുന്ന ബഹുമാനവും എല്ലാം വളരെയധികം എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ എത്തിപ്പെടാനായിട്ട് ഇത്തിരി ദൂരെ കൂടുതലൊക്കെ ആണെങ്കിലും വരുമ്പോൾ വലിയ സന്തോഷമാണ് നിങ്ങളുടെ ഈ ഒരു മുഖം, ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള, നമുക്ക് ഏവർക്കും ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ട് പരിചയമുള്ള കേരളത്തിൻ്റെ, തെന്നിന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന എസ് ജാനകിയുടെ വിയോഗം, അതും വലിയ ദുഃഖമായിട്ടുള്ള കാര്യമാണ്. പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം പാട്ടുകൾ ഇവർ തന്നെയാണോ പാടിയത് എന്ന് ഇന്നലത്തെയൊക്കെ TV-യിൽ വന്ന വാർത്തകളിലൂടെയാണ് പലരും അറിയുന്നത്. താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ വേദികളില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ സായാഹ്നക്കൂട്ടം എന്ന് 10 വർഷം തികയുകയാണ്.
10 കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള അവശ്യ കലാകാരന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒട്ടനവധി പേര് നമ്മുടെ ഇടയിൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ പാട്ടിലും നൃത്തത്തിലും അതുപോലെ അഭിനയത്തിലും കരോക്കെ ഗാനമേള നടത്തുന്നതിലും ഒക്കെ തൽപരരായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് അത് മനോഹരമായി കൊണ്ടുപോയി 10 വർഷം തികച്ചിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു ഹോബി കണ്ടുപിടിച്ച് അവനൊരു വാർദ്ധക്യകാലം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെപ്പറ്റി ഒരു ആശയമുള്ളവർ ഒരിക്കലും വീട്ടിലൊരു ബാധ്യതയാവില്ല എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ ക്രൂരമായ മനസ്സിന് ഉള്ള ആളുകളായി മാറില്ല എന്നുള്ളത്, ആർദ്രത എന്നുള്ള വികാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കലാകാരന്മാരിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് പോകുന്ന വികാരങ്ങളായതുകൊണ്ട് കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ആ കലാപ്രവൃത്തികളുമായിട്ട് മുന്നേറുമ്പോൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരർത്ഥവും സന്തോഷവും സ്വന്തമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വഴിയുമായിട്ട് അത് മാറുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഈ സായാഹ്ന കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള മുന്നോട്ടുള്ള 10 വർഷമാണ് ഇന്ന് തികഞ്ഞിരിക്കുന്നത്. 25ഉം 50ഉം ഒക്കെ വാർഷികം ഭംഗിയായിട്ട് കൂടുതൽ ആളുകളുള്ള ഒരു പരിപാടിയായി മാറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിച്ചേരാനുള്ള അവസരം തന്ന സായാഹ്ന കൂട്ടത്തിൻ്റെ സംഘാടകരെ എല്ലാവരോടും എൻ്റെ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തതായിട്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA ശ്രീ മുഹമ്മദ് ഷിയാസിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനിയായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, മുൻ മേയർ കൂടിയായിട്ടുള്ള ശ്രീമതി സൗമിനി ജെയിൻ, അനുഗ്രഹീതരായ കലാകാരന്മാർ, എഴുത്തുകാർ, സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാനകി അമ്മയുടെ നിര്യാണം നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. ജാനകി അമ്മയുടെ പാട്ടുകൾ, ആ സൗണ്ട്, അതൊക്കെ എത്ര മനോഹരമാണ്. നമ്മളൊന്ന് കേട്ടാൽ നമ്മുടെ ശരീരം മുഴുവൻ ആ പാട്ട് കേട്ടൊരു വലിയ കുളിർമയുണ്ടാകും, ഒരു വലിയ കുളിർമ ആ പാട്ട് കേൾക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ നമുക്ക് നല്ല അനുഭവങ്ങൾ സൃഷ്ടിച്ച ഒട്ടനവധി കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഞാനിനി വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല. കാരണം ഇവരുടെ കയ്യിലുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനങ്ങനെ ഒരു കലാകാരനുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാവുന്ന ഒരു നടപടിയാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. കലാകാരന്മാർക്ക് വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതികൾ കലാകാരന്മാർക്കായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ പദ്ധതികൾ കുറേ പേർക്കത് ഗുണം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കുറേ കൂടി അത് നമുക്ക് ചെയ്യാനും സാധിക്കണം. അനുഗ്രഹീതരായ ഒട്ടനവധി കലാകാരന്മാർ ഉള്ള ഒരു പ്രദേശമാണ് കൊച്ചി. എത്രയോ മഹത്തരമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ജനിച്ചു വളർന്ന് അവരുടെ ശബ്ദം കൊണ്ടും എഴുത്തുകൊണ്ടും വാക്കുകൊണ്ടും അവരുടെ ചിന്തകൾ കൊണ്ടും ഒക്കെ നമ്മുടെ നാടിന് പ്രിയങ്കരായി മാറിയതും ഇപ്പോഴും അവർ ഓർമ്മിക്കപ്പെടുന്നതായി നിലനിൽക്കുന്നത്, എക്കാലത്തും നിലനിൽക്കുന്നത് എന്നുള്ളത്. അവരെ ഓർമ്മിക്കേണ്ടത് എക്കാലത്തും കടന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലെയും കലാകാരന്മാർക്ക് അവർക്ക് കൂടി ഗുണപ്പെടുന്ന പദ്ധതികൾ മുൻപുണ്ടായിരുന്നവരുടെ പേരിൽ നടപ്പിലാക്കുമ്പോഴാണ് അവരെ ഓർമ്മിക്കപ്പെടുക. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാവുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നത് വിവിധ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും മനോഹരമായി നമ്മൾക്കത് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ ആളുകൾ, ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഈ കലാവാസന എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഏത് ബുദ്ധിമുട്ടുകളിലും അവരതെല്ലാം മറക്കുന്നത് ഈ അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരുടെ അവർ കൊടുക്കുന്ന അവരുടെ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നാടകം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ല, അവരുടെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ ഒക്കെയാണ് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറക്കുന്നത്. ഇപ്പം മെഹബൂബായുടെ പാട്ട് കേൾക്കുമ്പോൾ
നമുക്ക് തന്നെ ഈ പറയുന്നത് പോലെ പാട്ട് അറിയില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പവും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പം അങ്ങനെ അനുഗ്രഹീതരായിട്ടുള്ള നിരവധി കലാകാരന്മാർ കൂടി അവരുടെ കൂടി വലിയ ഒരു പ്രയത്നം കൂടിയിട്ടാണ് ഏറ്റവും മനോഹരമായി കൊച്ചിയെ ഇന്നത്തെ കൊച്ചിയാക്കി മാറ്റിയത്. നമ്മൾ കൊച്ചിയിലേക്ക് കടന്നു വരുന്ന ആളുകളെ മുഴുവൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി രാവിലെ റോറോടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും കൊച്ചിയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ അറിയാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ അന്തരീക്ഷത്തെ ആസ്വദിക്കാനും ഒക്കെ കഴിയാവുന്ന രീതിയിലേക്കും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കലകളെയും നമ്മുടെ സംസ്കാരത്തെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. അതുകൂടി മാറണം. നമുക്കതിന് നല്ല ടീം ഉണ്ടാകണം. ഇപ്പം നമ്മുടെ പെർഫോമൻസ് നമുക്ക് എത്ര പേരാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാട്ട് പാടാൻ, നാടകം, അതുപോലെ വിവിധ തരങ്ങളിലുള്ള ഡാൻസുകൾ. അപ്പം അതിനെല്ലാം പറ്റാവുന്ന ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അനുഗ്രഹീതരായിട്ടുള്ള നിരവധി കലാകാരന്മാർ, എഴുത്തുകാർ. അപ്പം അവരെയൊക്കെ ലോകത്തിന് മുമ്പിൽ, രാജ്യത്തിന് മുമ്പിലല്ല, ലോകത്തിന് മുമ്പിൽ നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകണം. ആ പെർഫോമൻസ് നമുക്കത് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള വേദികളുണ്ടാകണം, അതിനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഒരുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായി നമുക്കത് നല്ല ഭംഗിയായി ഫോർട്ട് കൊച്ചിയിൽ നമുക്കത് മനോഹരമായി നമുക്കത് സംഘടിപ്പിക്കാൻ കഴിയും. നമ്മുടെ സംസ്കാരത്തെയും കലയെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമുക്ക് സാംസ്കാരിക വകുപ്പുമായും ആലോചിച്ച്, ടൂറിസം വകുപ്പുമായും ആലോചിച്ച് നമുക്കതിന് നല്ല പ്ലാൻ പദ്ധതിയും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ഈ കൂട്ടായ്മ, തീർച്ചയായും ഈ സായാഹ്ന കൂട്ടായ്മയുടെ കൂടി ഒരു വലിയ നിങ്ങളുടെ കൂടി ഒരു വലിയ എഫേർട്ട് ആ കാര്യങ്ങളിൽ ഉണ്ടാകണം. അപ്പം നമ്മളെപ്പോഴും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ചിന്തയിൽ നിന്നല്ല, നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ടാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ബാക്കിയുള്ള ആളുകളുടെ ചിന്തകളെന്ന് പറയുന്നത് നമ്മളെക്കാൾ നല്ല ഐഡിയ ഉള്ള ആളുകളുണ്ട്. അപ്പം അവരെ കൂടി നമ്മൾ കേട്ട് അവരെ കൂടി നമ്മൾ ഏതെല്ലാം തലങ്ങളിലാണ് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അതുകൂടി രേഖപ്പെടുത്തി നമുക്കതുകൂടി നല്ല ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്നിവിടെ ബഹുമാനിക്കപ്പെടുന്ന നിരവധിയായിട്ടുള്ള കലാകാരന്മാരുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ എന്നും സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒന്നുകൂടിയിട്ടാണ്. അവരുടെ എല്ലാം പ്രവർത്തികൾ അവരോരോ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ ആദം അയ്യൂബിൻ്റെ സിനിമയും മറ്റും ഒക്കെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒന്നായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനെയുള്ള ആളുകളാണ് ഓരോ ആളുകളും. ശ്രീകുമാരി ചേച്ചി ഉൾപ്പെടെ എല്ലാവരും എഴുത്തും പാട്ടും എല്ലാം ആ രീതിയിലാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അവരെയൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും വേണ്ട ആദരവെല്ലാം നൽകി ജീവിതത്തിൽ അവരെ കൂടി അവരുടെ ഈ നല്ല സമയത്ത് പോലും അവരെ നമുക്ക് എല്ലാവർക്കും മുമ്പിൽ പരിചയപ്പെടുത്താനും അവരുടെ ഓർമ്മകൾ പുതുക്കാനും അവർ ചെയ്ത സംഭാവനകളെ ഓർമ്മിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള വേദികൾ നമുക്കത് ഗുണപ്പെടും. തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. തീർച്ചയായും ഇത് എനിക്കും വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. കാരണം ഇത്രയധികം ആളുകളെ കാണാനും പരിചയപ്പെടാനും അവർക്ക് മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനും അവരുടെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഒക്കെ കഴിയുന്നതും അത് മറ്റു പലരിലേക്കും എത്തിക്കാനും കഴിയുന്നതും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന പുരസ്സരം ഇവിടെ ആദരവേറ്റുവാകുന്നവർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമസ്കാരം. സായന്നക്കൂട്ടത്തിൻ്റെ 10ാം വാർഷിക കലാകാര സംഗമത്തിൽ നമ്മൾ ആദ്യമായി ആദരിക്കുന്നത് ശ്രീ ധർമ്മൻ ചേട്ടനെയാണ്. പ്രസിദ്ധ നാടക സംവിധായകനും അഭിനയ പ്രതിഭയുമായ ധർമ്മൻ ചേട്ടനെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ MLA മുഹമ്മദ് ഷിയാസിനെയും മുൻ മേയർ സൗമിനി ജെയിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 400-ലേറെ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഈ മഹാപ്രതിഭയ്ക്ക്
സായാഹ്നക്കൂട്ടം അതിൻ്റെ ആദരവ് സമ്മാനിക്കുന്നു. അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി ബിയാട്രിസ് ആണ്. മുൻകാല നാടകനടിയായ ശ്രീ ബിയാട്രിസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി MLA മുഹമ്മദ് ഷിയാസിനെയും ശ്രീകുമാരിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സായനക്കൂട്ടത്തിന്റെ ട്രഷറർ ജോസ്ഫിൻ ഫ്രാൻസിസിനെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLAയും ആദം അയ്യൂബ് അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സായനക്കുട്ട ഗീതാ ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLAയും പ്രേംകുമാർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫിലോമിന ആന്റണി. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLAയും RS ഭാസ്കർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീകുമാരി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം. ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു 12 വയസ്സുള്ള കുട്ടിയായിട്ട് മാറുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ തറവാട് ഇവിടെ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള അമ്പലത്തിൻ്റെ മുമ്പിൽ, പള്ളിയർക്കാവൻ എന്നുള്ള അമ്പലത്തിൻ്റെ മുമ്പിലാണ്. എൻ്റെ നൃത്താധ്യാപകൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തായിരുന്നു. വളരെ പ്രസിദ്ധനായ PP ക്ലീറ്റസ് അവർകളാണ് എന്നെ നൃത്തം പഠിപ്പിച്ചത്. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ഈ കൊച്ചിയിലേക്ക് മട്ടാഞ്ചേരിയിലേക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ആദ്യ ഒരു സമ്മാനം കൊണ്ടുവന്ന ആളെന്നുള്ള ഒരു അഭിമാനം എനിക്ക് ഇന്നും ഉണ്ട്. ഇവിടെ ഞാൻ നൃത്തം ചെയ്യാത്ത ഒരു വേദികളും ഉണ്ടാവില്ല, പാട്ട് പാടാത്ത ഒരു വേദികളും ഉണ്ടാവില്ല. പക്ഷെ 10-17 വയസ്സ് 18 ആവുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പോയത് ഒരു നിശബ്ദതയുടെ വനാന്തരത്തിലേക്കാണ്. അവിടെ സംഗീതവും നൃത്തവും ഒക്കെ കുറച്ച് വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 20 കൊല്ലം കുട്ടികളെ വളർത്തുക, അവരെ ഓർക്കാൻ വേണ്ടി പാട്ട് പാടുക, താരാട്ട്, പിന്നെ പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെ 20 കൊല്ലം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വളരെ സേഫായിട്ടുള്ളൊരു ആക്ടിവിറ്റി സാഹിത്യമാണെന്ന്. ആരുടെയും മുഖം കാണണ്ട, ആരും കൂട്ടിന് വേണ്ട, ഒരു പേനയും ഒരു കടലാസും എഴുതാനൊരു മേശ ഉണ്ടെങ്കിൽ സുഖമാണ് തനിച്ചുള്ള പ്രവർത്തനം. അങ്ങനെ ഇപ്പോൾ 10-30 കൊല്ലം കഴിഞ്ഞു. 42 പുസ്തകമായി. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം. പരിഭാഷ മാത്രമല്ല, ഇംഗ്ലീഷ് പുസ്തകമുണ്ട് എൻ്റെ. അപ്പോൾ അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഭാസ്കർ സാറിനറിയാം, അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ്. അതിവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ എന്താ പറയുക, നിറഞ്ഞ മനസ്സോടെയാണ് നിൽക്കുന്നത്. എല്ലാ കൊല്ലവും ശ്രീ ഹമീദ് എന്ന് വിളിക്കണു. എനിക്ക് വളരെ സന്തോഷം. എനിക്കതൊരു അംഗീകാരമാണ്. അടുത്ത കൊല്ലം എന്നെ വിളിക്കണം കേട്ടോ. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു. അടുത്തത് ഒരു ആദരവ് നൽകൽ ചടങ്ങൽ കൂടിയാണ്. ശ്രീ ധർമ്മൻ ചേട്ടനെയും ശ്രീമതി ബിയാട്രിസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ആദരവ് നൽകുന്നതിനായി VP ശ്രീലൻ മാതൃഭൂമി, കൊച്ചിൻ ഹസനാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് കലാകാരന്മാരുടെ ഒരു ഫോട്ടോഷൂട്ടാണ്. അബാക്കസ് നാഷണൽ ലെവൽ പരീക്ഷയിൽ 2ാം റാങ്കുകാരിയായ തസിഫ യാസർ. ആബിദ് അൻവർ റഫി സാബിൻ്റെ ഗാനങ്ങൾ മനോഹരമായി ആലപിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ്. നല്ലൊരു മോഡലാണ്. അദ്ദേഹത്തെ സായാഹ്നക്കൂട്ടത്തിൻ്റെ അംഗങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്
എളിയൊരു ആദരവ് നൽകുന്നതിന് വേണ്ടി ആദം അയ്യൂബ് സാറിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ എളിയ ആദരവ് ഏറ്റുവാങ്ങാൻ ആബിദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവാതിര കളിയിൽ 1ാം സ്ഥാനക്കാർക്കുള്ള സമ്മാന വിതരണമാണ് വേദിയിൽ നടക്കുന്നത്. 2ാം സ്ഥാനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടോ? കോഴിക്കോടാണ്. മയൂഖ ടീം കോഴിക്കോട്. കോഴിക്കോട് നിന്നുള്ള മയൂഖ ചേളാരി ടീം എത്തിയിട്ടുണ്ട്. അവരെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 3ാം സ്ഥാനക്കാരായ സെന്റ് ജോസഫ് ചർച്ച് ടീം തേവര. തിരുവാതിര മത്സരത്തിലെ പ്രോത്സാഹന സമ്മാന വിജയികളായ തേർഡ് ഐ ഫ്രണ്ട്സ്. അടുത്തത് നമ്മുടെ സായനക്കൂട്ടത്തിന്റെ പേരിൽ സംഗീത സാഗരം എന്ന ഗ്രൂപ്പിന്റെ ഒരു തിരുവാതിര ഇവിടെ അരങ്ങേറിയിരുന്നു. അവർക്ക് വേണ്ടി സംഗീത സാഗരത്തിന്റെ അഡ്മിൻ കൂടിയായ സീനത്ത് റഷീദിന്റെ ഒരു സ്നേഹോപഹാരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചിയുടെ പഴയകാല പ്രിയങ്കരനായ ഗായകൻ ഇബ്രാഹിം കൊച്ചിൻ ഇബ്രാഹിം നമുക്ക് വേണ്ടി ഒരു 4 വരി ഗാനം ആലപിക്കുന്നു. പ്ലീസ് ഇരുന്ന് പാടി. പ്രിയരെ, ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ പാട്ട് പാടുന്നു. ഞാൻ ഈ പാട്ട് മധുരം തിരുമധുരം എന്ന ചിത്രത്തിൽ ജാനകി അമ്മയുടെ കൂടെ പാടിയതാണ്. താങ്ക് യു. ഇതിൻ്റെ സംഗീതം A.T. ഉമ്മറും ഗാനരചന രവി വള്ളത്തോൾ എന്നൊരു നടനായിരുന്നു. പുള്ളിയാണ് ഗാനരചന. അപ്പം 4 വരി ഞാൻ പുള്ളിക്കാരത്തിയുടെ ഓർമ്മയ്ക്കായിട്ട് പാടുന്നു നിങ്ങൾക്ക് വേണ്ടി. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. താഴ്വരയിൽ മഞ്ഞു പെയ്തു, താരുകൾ ഉടയാട അഴിച്ചു വെച്ചു, ശരറാന്തൽ വിളക്കിൻ്റെ തിരിനീട്ടിനിയും ആരെയൻ രാധിക കാത്തിരിപ്പു, താഴ്വരയിൽ മഞ്ഞു പെയ്തു. ഓക്കെ, താങ്ക് യു. കരോക്കെ ഗാനമത്സര വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ യുവ ഗായകൻ ആബിദ് അൻവർ, ആദം അയ്യൂബ് സാറ്, ശ്രീമതി നന്ദ മേനോൻ 3 പേരും വേദിയിലേക്ക് വരും. വനിതാ വിഭാഗം 1ാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത് മായ മനോജ്. 2ാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് സിന്ധു രാധാകൃഷ്ണൻ കാക്കനാട്. 3ാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് ബീന ബെന്നി എടക്കൊച്ചി. ബീന ബെന്നി. മെയിൽ ഫസ്റ്റ് സമ്മാനം ഡോക്ടർ ശ്രീ സൂര്യ കടവന്ത്ര. ഡോക്ടർ ശ്രീ സൂര്യ 1ാം സ്ഥാനം. ക്യാഷ് അവാർഡ് നൽകുന്നത് നന്ദ മേനോൻ. പുരുഷ വിഭാഗം 2ാം സ്ഥാനം രാജേഷ് പി വി. വില്യംസ് ചേട്ടൻ പ്ലീസ്. വില്യംസ് പ്ലീസ്. രാജേഷ് പി വി 2ാം സ്ഥാനം. കൊച്ചിയുടെ പഴയകാല ഗായകനായ പ്രിയങ്കരനായ വില്യംസ് ചേട്ടൻ പ്ലീസ്. മൂന്നാം സ്ഥാനത്ത് അർഹരിക്കുന്നത് സായനക്കൂട്ടത്തിന്റെ സ്ഥിരം ഗായകനായ ഏറെ അഭിമാനത്തോടെ വിളിക്കുന്നു ജോസഫ് ആന്റണി. ജോസഫ് ആന്റണി പ്ലീസ് കം ടു ദി സ്റ്റേജ്.
പ്രോത്സാഹന സമ്മാനം നൽകുന്നത് വനിതകളിൽ ജൂലി സുരേഷ്, രണ്ടാം മേരി റൈച്ചൻ, അടുത്തത് ശ്രീജ എസ്. മേരി റൈച്ചൻ കഴിഞ്ഞാൽ ശ്രീജ എസ്. പ്രോത്സാഹന സമ്മാനത്തിൽ ആദ്യ 2 സ്ഥാനക്കാർക്ക് നൽകുന്നത് കൊച്ചിയിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ നജറാന പ്യാർക്കെയാണ്. അതിൻ്റെ ഭാരവാഹികളായ അസ്ലം സേട്ടിനെയും ഷക്കീൽ സേട്ടിനെയും ഓർഗനൈസേഴ്സായിട്ടുള്ള അവർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെഹന്തി മത്സരത്തിലെ 1ാം സ്ഥാന വിജയി ആസിയ. രണ്ടാം സമ്മാനം അൻഹ ഫാത്തിമയ്ക്ക് സമ്മാനം നൽകുന്നത് ആസിഫ് കോമു ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് രണ്ടാം സമ്മാനം അൻഹ ഫാത്തിമ. 3ാം സമ്മാനക്കാരി ആലിയ നസീറാണ്. അതൊരു പ്രത്യേക അറിയിപ്പും കൂടെയുണ്ട്. ആ കുട്ടി ഇന്ന് ഒരു മണവാട്ടിയായിട്ട് വേദിയിൽ ഇരിക്കുകയാണ്. ശ്രീനാരായണ ഹാളിൽ മണവാട്ടിക്കുട്ടിയാണ്. അതിന്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ആ സമ്മാനം എന്നോട് ഏറ്റുവാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അവർക്ക് വേണ്ടി ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത് സുനിത ഫൈസലാണ്. സമ്മാനം നൽകുന്നതിനായി ഭാഷാബായിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മഷോദ പ്ലീസ്. അടുത്തത് റൈമോൾക്ക് നൽകുന്നതിനായി ജൂനിയർ മെഹബൂബ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സായാഹ്നക്കൂട്ട അംഗങ്ങൾ, അടുത്തത് ഒരു നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഈ വേദിയിലല്ല കേട്ടോ. 1953 എൻ ഗോവിന്ദൻകുട്ടി എഴുതിയ ഒരു വിവാഹത്തിൻ്റെ കഥ എന്ന നാടകം സായാഹ്നക്കൂട്ട അംഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുയോജ്യമായ ദിവസം, അനുയോജ്യമായ വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സായാഹ്നക്കൂട്ടത്തിൻ്റെ സംഗീത പുരസ്കാരം മലയാള അല്ലെങ്കിൽ സംഗീത രംഗത്ത് മഹത്തായ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട്. അതിനുള്ള വേദിയും അടുത്ത് തന്നെ ഒരുങ്ങുന്നതാണ്. മാന്യ അംഗങ്ങളുടെയും കലാസ്നേഹികളുടെയും എല്ലാ പിന്തുണയും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.